നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യഷ്ടിമധു ഫേസ് പാക്ക് അഥവാ നമുക്ക് ഇരട്ടി മധുരത്തിൻ്റെ ഫേസ് പാക്ക്, അതിമധുരം എന്ന് പറയും, ഇരട്ടി മധുരം എന്ന് പറയും, ലിക്വറൈസ് പൗഡർ എന്ന് പറയും. അപ്പം ഇത് കുറച്ച് ഒരു റീസെൻ്റ് ആയിട്ട് വളരെ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്നതേ ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ അതായത് ഒരു 5 കൊല്ലം മുമ്പൊക്കെ യഷ്ടിമധു അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ആ സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയ ശേഷം കൂടുതലായിട്ട് ആൾക്കാർ ഇത് ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ ബ്രൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ്ങിൻ്റെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. യഷ്ടിമധുവിൽ അടങ്ങിയിട്ടുള്ള ചില കെമിക്കൽ കോൺസ്റ്റുവൻസിൻ്റെ ഗുണം ആണ് ഈ സ്കിൻ ബ്രൈറ്റനിങ് എന്നുള്ളത്. കൂടാതെ തന്നെ ഡാർക്ക് സ്പോട്ട്സിനെ മാറ്റാനും, അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ പ്രത്യേകിച്ച്, അതുപോലെ മെലാസ്മ പോലത്തെ കരിവാളിപ്പ് പോലെ വരുന്ന പടർന്നു പിടിക്കുന്ന പാടുകൾ മാറ്റാനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണെന്ന് പറയാം. അതായത് നമുക്ക് മുഖത്തൊക്കെ ഈ നീര് വെച്ച് വരുന്ന അല്ലെങ്കിൽ വലിപ്പത്തിൽ വരുന്ന കുരുക്കളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും മാറ്റും. അതായത് ഉള്ളിൽ നിന്നും സ്കിന്നിനെ സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. കളർ കറക്ഷന് വേണ്ടിയിട്ടാണ് മെയിൻലി. അതായത് നമ്മുടെ മുഖത്ത് അൺഈവൻ ആയിട്ടായിരിക്കും സ്കിൻ ടോൺ ഉണ്ടാകും. നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ ഡാർക്ക്നെസ്, ചുണ്ടിൻ്റെ സൈഡിലും അടിയിലുമായിട്ട് ഡാർക്ക്നെസ്സും, കണ്ണിൻ്റെ അടിയിലും സൈഡിലുമായിട്ട്, ബാക്കി ചീക്സും അതുപോലെ തന്നെ നെറ്റിയൊക്കെ കുറച്ച് വെളുത്തിരിക്കുക. ഈ രീതിയിൽ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അൺഈവൻ ആയിട്ടിരിക്കുന്ന മുഖമാണെങ്കിൽ പ്രത്യേകിച്ചും നമുക്ക് യഷ്ടിമധു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഇരട്ടി മധുരം ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഗുണപ്രദമാണ് കേട്ടോ. സൺ ഡാമേജ് വന്നിട്ട് കുഴപ്പം പറ്റിയ സ്കിൻ ഉണ്ടല്ലോ, കരുവാളിച്ച് പോയ സൺ ടാൻ അടിച്ച സ്കിന്നിനൊക്കെ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു പ്രധാന ഗുണം എന്ന് പറയുന്നത് ഒരു 30-35 വയസ്സിന് ശേഷം സ്കിന്നിൽ വരുന്ന ലൂസ്നെസ്, അതായത് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുക, ആ ഫെംനെസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് സ്കിന്ന് നിങ്ങളുടെ ഡാമേജ് അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊളാജൻ കുറവ് മൂലവും അതുപോലെ തന്നെ ഏജിൻ്റെ ഫാക്ടേഴ്സ് മൂലമൊക്കെയാണ് സംഭവിക്കുന്നത്. യഷ്ടിമധു അതിനെ റീപ്ലേസ് ചെയ്യാനും ആ സ്കിന്നിൻ്റെ ടൈറ്റ്നസ് തരാനും വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാട്ടോ. അതുപോലെ തന്നെ മുഖത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇംബാലൻസ്, അത് ഇപ്പം സിബം നമ്മളെ മുഖത്തുള്ള സ്നേഹഗ്രന്ഥികളിൽ നിന്ന് എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആട്ടെ, ഇതിനൊക്കെ എന്തെങ്കിലും ഇംബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ യഷ്ടിമധുവിന് അത് കറക്റ്റ് ആക്കാൻ പറ്റും. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു നറിഷിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. ഏതിലൊക്കെ ലയിപ്പിച്ച് ഫേസ് പാക്ക് ആക്കി ഉപയോഗിക്കാം എന്നുള്ളതാണ്. നോർമൽ സ്കിന്നുള്ള ആൾക്കാർക്ക് വെള്ളത്തിൽ തന്നെ ഉപയോഗിക്കാം. കുഴമ്പ് രൂപത്തിലാക്കി മുഖത്ത് പരട്ടാം. നിങ്ങൾക്ക് സൺ ടാൻ ആണ് വന്നത് അല്ലെങ്കിൽ മെലാസ്മയാണ്, കറുത്ത പാടുകളാണുള്ളെങ്കിൽ തൈരിൽ ചേർത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തേനിൽ ചേർത്ത് ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യും കേട്ടോ. എക്സസ് ആയിട്ട് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ തേനിൽ ചേർത്ത് ഉപയോഗിക്കാൻ ചെയ്യാം. ഒരു ആഴ്ചയിൽ 4 ദിവസം ഉപയോഗിച്ചാൽ മതി. ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്തും നമ്മുടെ മുഖത്തേക്ക് ഓവറായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇതിന് ആഴ്ചയിൽ ഒരു 4 ഡേയ്സ് അടുപ്പിച്ച് ഉപയോഗിച്ച് ഒരു 3 ദിവസം നമ്മൾ ഗ്യാപ്പ് ഇടുക എന്നുള്ളതാണ്. അങ്ങനെ തുടർച്ചയായിട്ട് 3-4 മാസം ചെയ്താലാണ് ഈ ഒരു ഞാൻ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കുക കേട്ടോ. അപ്പോൾ ഇത് 45 മിനിറ്റ്സേ മുഖത്തിടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാൻ. ഫേസ് പാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലെൻസേഴ്സോ സോപ്സോ ഒന്നും മുഖത്ത് ഇത് കഴുകി കളയുമ്പോൾ യൂസ് ചെയ്യേണ്ടതില്ല കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.